2699 റേഞ്ചിൽ നമ്മൾ യൂഷ്വലി ടസേഴ്സിൻ്റെ അകത്ത് ഒരു 10 റേഞ്ചിലൊക്കെ കാണുന്ന പോലത്തെയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരി. ആൻഡ് വി ഹാവ് ഗോട്ടൺ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. നല്ല ഭംഗിയുള്ള 4 ഷെയ്ഡ്സിനകത്ത് സെമി ടസർ സാരി. ആ ഒരു പ്യുവർ ടസേഴ്സിനകത്ത് ഈ ഒരു ലുക്ക് നമ്മൾ പാസി എംബ്രോയിഡറി ഇൻസ്പയർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേണിൽ വരാറുണ്ട്. ഓർഗൻസാസിനകത്തും വരാറുണ്ട്, ടസേഴ്സിനകത്തും വരാറുണ്ട്. എല്ലാം ഈ ഒരു റേഞ്ചിൽ വരും കേട്ടോ, ഒരു 8 to 10 റേഞ്ചിനകത്തൊക്കെ. അപ്പോൾ ദിസ് വൺ ഇസ് ഓൺലി 2699 ആൻഡ് ടസേഴ്സിൻ്റെ ഒരു സെമി ടസറിൻ്റെ ലുക്ക് നമുക്കിനകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമുക്കൊരു ഒക്കേഷണൽ വെയറിന് നല്ലൊരു ലുക്കാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈ ഒരു ഡാർക്ക് മെറൂണിൻ്റെ അകത്ത് ചെറിയൊരു ബർഗൻഡി ടിൻറ്റഡോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് ഫുള്ളായിട്ട് ബോഡി പ്ലെയിൻ ആവാതിരിക്കാനായിട്ട് എംബ്രോയിഡേഡ് പോൾക്ക ഡോട്ട് ഡിസൈനും കൂടെ കൊടുത്ത് ചെയ്തേക്കാണ്. ആൻഡ് ബോർഡർ നല്ല വൈബ്രൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ബോർഡർ കളർ കോമ്പിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ബർഗൻഡി, ബ്രൗൺ, ഒലിവ് ഗ്രീൻ, നല്ലൊരു മെറ്റാലിക് ബ്ലൂ ഷെയ്ഡ് ആൻഡ് 2 tones ഓഫ് യെല്ലോ, മസ്റ്റേർഡ് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ബോഡി ഫുള്ള് നമുക്ക് സെൽഫ് കളറിലുണ്ട്, ഒരു ടോൺ ഡാർക്കറായിട്ട് നിൽക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദേശി ടസറിൻ്റെ ഒരു ഫീൽ കൊടുത്തിട്ടാണ് അതിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. സെമി സിൽക്ക് മെറ്റീരിയലാണ് ആ ഒരു ടസർ ഫിനിഷിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബ്ലൗസിലും സെയിം റണ്ണിങ്ങിൽ തന്നെ വന്നിട്ട് ഈ ഒരു ബോർഡർ പാറ്റേൺ നമ്മുടെ ബ്ലൗസിന് കൊടുക്കാൻ, സ്ലീവിൻ്റെ ഹെമ്മിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്നതാണ്. അപ്പം ഇഫ് യു ലൈക്ക് ദിസ് ബ്ലൗസ് യു ക്യാൻ ഈവൻ പെയർ ദിസ് വൺ. അപ്പോൾ ഇത് മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിൽ ആണ്. PV മെറ്റീരിയലിൽ വന്നിട്ട് ഇവിടെ ഒരു സ്ലീവിൽ 2 സ്ലീവിലും ഈ ഒരു റൈസ് സ്റ്റിച്ചിൻ്റെ കൂടെ തന്നെ ഒരു സെൽഫ് കളറും ബ്രൗണും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ആൻഡ് ഇതിൻ്റെ ബാക്ക് ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കീ ഹോളും ആൻഡ് വൺ സൈഡിൽ നമുക്ക് ഈ ഒരു സെയിം എംബ്രോയിഡർഡ് ഫ്ലോറലും ആയിട്ടുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഷെയ്ഡ് ആൻഡ് RP405 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് റെഡ്. സ്ലീവിനകത്ത് നമ്മളിങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു പാനൽ വരിക. ഒരു സ്ലീവിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കോർഡഡ് പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന സാരിയാണ്. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. നല്ലൊരു ബ്രൈറ്റ്, നമുക്കൊരു ഒക്കേഷണൽ, നമ്മളൊരു പാർട്ടി വെയർ ലുക്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. റെഡ് ഷെയ്ഡ്, ചെറിയൊരു മെറൂണിൻ്റെ കൂടിയാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഫുള്ളി ആ ഒരു മെറൂൺ അല്ല, റെഡ് ഷെയ്ഡും കൂടെ അതിനകത്ത് ചെറിയ ടിൻറ്റ് ഓഫ് ഇച്ചിരി ഒരു ഡാർക്ക് റെഡ്, മെറൂൺ ആയിട്ടില്ല. ദെൻ ഇറ്റ്സ് എ മെറ്റാലിക് ബ്ലൂ ഷെയ്ഡ്. അതിൻ്റെ ഒരു ലുക്ക് വരുന്നു. അത് ലൈറ്റ് നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു ബോർഡറിനകത്ത് ഇച്ചിരി വർക്ക് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നുണ്ട്. പക്ഷെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒരു വെയിറ്റ് നമുക്ക് ഇത്രയും ഒരു ഇതിൻ്റെ തോന്നും, വെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ആൻഡ് പ്ലീറ്റൊക്കെ എടുക്കാനും എളുപ്പമാണ്. വലിയൊരു ബുദ്ധിമുട്ടൊന്നും വരാതെ തന്നെ നമുക്ക് പ്ലീറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് എൻ്റെ ലുക്ക്. ആ ലോ പോർഷനിലോട്ട് മുട്ടിന് താഴോട്ടാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഉടുത്ത് കുത്തുന്നിടം വരെയാണ് edge to edge എംബ്രോയിഡറി പാറ്റേൺ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് വാസ് എ മെറ്റാലിക് ലൈറ്റ്, ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു മെറ്റാലിക് ടോൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയാം. കാരണം അത് ഫുൾ യെല്ലോ അല്ല, ഒരു ബ്രൗൺ ടോണിലോട്ട് അത് പോയിട്ടുണ്ട്. എംബ്രോയിഡറിനകത്ത് വന്നിരിക്കുന്ന കളേഴ്സിനകത്ത് ഓരോന്നിനകത്തും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗണിൻ്റെ അകത്ത് നേരത്തെ കണ്ട ബ്ലൂവിൻ്റെ അകത്തും ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഭയങ്കര മാജായി പോവും ആ ഒരു ലുക്ക് മാറ്റാനായിട്ട്. ആൻഡ് ദിസ് ഇസ് ദി ഒരു മെഹന്തി ഗ്രീൻ എന്ന് പറയാം, മെഹന്തി ഗോൾഡ്. യെസ്, ഇറ്റ്സ് മോർ ലൈക്ക് എ മെഹന്തി ഗോൾഡ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് കുറച്ചും കൂടി ആ കളറിനെ പറ്റി. സോ ദിസ് ഇസ് മോർ ടുവേർഡ്സ് എ മെഹന്തി ഗോൾഡ് ഷെയ്ഡ്. ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ഭയങ്കര രസമുള്ള സാരീസാണ് കേട്ടോ. ഈ കളർ കോമ്പിനേഷൻ ആക്ച്വലി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു പിങ്ക് ടോൺസ് ഈ ഒരു ഷെയ്ഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും കാണുന്നൊരു കോമ്പിനേഷനാണ്. ഇറ്റ്സ് എ ലിറ്റിൽ അൺയൂഷ്വൽ കോമ്പിനേഷൻ ആൻഡ് ദീസ് ആർ റിയലി ബ്യൂട്ടിഫുൾ സാരീസ്. ഡെഫിനറ്റ്ലി നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു ടസറിൻ്റെ ലുക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇസ് എ റിയലി ഗുഡ് ബൈ ആസ് വെൽ. RP405 പ്രൈസ് 2699. നമ്മൾ എപ്പോഴും യുണീക്കായിട്ട് കാണുന്നതും എന്നാൽ വളരെയധികം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്രിൻറ്റ് പാറ്റേൺ ആണ് അജ്രക് പ്രിൻറ്റിങ്. അജ്രക് പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു ട്രഡീഷണൽ പ്രിൻറ്റ് ഡിസൈനിനെ നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നാലോ?
അജ്രക്കിനകത്ത് നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ ബ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ആയിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. ഡിജിറ്റൽ പ്രിൻറ്റിനകത്ത് ആ ഒരു ഇഷ്യൂ വരാറില്ല. ഇന്ന് പേസ്റ്റൽ ടോൺസിൽ അതേ ആ ഒരു പ്രിൻറ്റ് ഡിസൈൻ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇത് മാനിക്യൂന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. ഒന്നൊരു പേർപ്പിളിൻ്റെ ഷെയ്ഡ്, പിന്നെ വന്നേക്കുന്ന ഒരു പിങ്കിൻ്റെ ഷെയ്ഡ്, പിന്നെ വന്നേക്കുന്ന ഒരു മസ്റ്റേർഡ് ഓറഞ്ചിൻ്റെ ഷെയ്ഡ്, പിന്നെ വന്നേക്കുന്ന ഒരു ഇച്ചിരിയും കൂടെ റാണി ടോണിലോട്ട് വന്നേക്കുന്നത്. അതായത് ഗ്രീൻ അതിൻ്റെ ബോട്ടം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കളർ ഫൈനലൈസ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് പിങ്ക് ഷെയ്ഡ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിനകത്ത് തന്നെ ആ ഒരു ബേസ് കളറിന് തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ഒരു ഫീലും വന്നിട്ടുണ്ട്. ഡബിൾ പ്രിൻറ്റിങ് പോലെയാണ് അതിൻ്റെ ഫിനിഷിങ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ലൈൻ പാറ്റേണിൽ ആ ഒരു ബേസ് കളേഴ്സ് ഇങ്ങനെ ലൈനായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പുറത്ത് വൈറ്റ് കളറിലെ പ്രിൻറ്റ് പാറ്റേൺസ് വന്നിട്ടുണ്ട്. പിന്നെ ആ ഡിസൈനിനകത്ത് ഈ ബേസ് കളേഴ്സ് വെച്ച് തന്നെ വന്നേക്കുന്ന പ്രിൻറ്റ് ഡിസൈനുമാണ് വന്നേക്കുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഫുള്ളായിട്ട് പ്രിൻറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആയത് കാരണം തന്നെ കളർ ഫെയ്ഡിങ് വരത്തില്ല, നമുക്ക് വീട്ടിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് ആ പ്രിൻറ്റിൻ്റെ തന്നെ ഇച്ചിരിയും കൂടെ വലുതായിട്ടുള്ള എൻലാർജ്ഡ് ആയിട്ടുള്ള, ഇത് ആക്ച്വലി ഒരു ഫ്ലവർ ബഞ്ച് പോലെ ഇങ്ങനെ സ്റ്റെം പോലെ വന്നിട്ട് അതിനകത്ത് ഫ്ലോറൽ ഡിസൈൻസ് വന്നേക്കുന്ന സ്റ്റെം പോലെ വന്നേക്കുന്ന ആ ഒരു ലുക്ക് തന്നെയാണ്. ഇതിനകത്തും ആ ഒരു ഇക്കത്തിൻ്റെ അല്ലെങ്കിൽ പട്ടോളയുടെ ആ ഒരു വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന പ്രിൻറ്റ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഫാബ്രിക് ആക്ച്വലി ഫ്രണ്ട് ബാക്കും ബാക്ക് ഫ്രണ്ടും ആയി പോയിട്ടുണ്ട് കേട്ടോ. ഒരു ഡ്രൈപ്പ് ചെയ്തപ്പോൾ തിരിഞ്ഞു പോയതാ. ഞാൻ അതിനെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ആക്ച്വൽ സൈഡ്. കണ്ടോ, നമുക്ക് ബാക്കി സെറ്റ്സ് കാണുമ്പോൾ നമുക്ക് ആ ഷൈനിങ് ലുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ സീക്വൻസ് വീവിങ് പാറ്റേൺ ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ വന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ അതിൻ്റെ ബാക്ക് വ്യൂ ആണ് കണ്ടത്. സെക്കൻഡ് കളർ വന്നേക്കുന്നത് ഒരു ബ്രൗൺ ടോണും അതുപോലെ തന്നെ ഒരു മസ്റ്റേർഡും കൂടെ ചേർന്ന് നിൽക്കുന്ന ഫിനിഷിംഗ് ആണ്. ഇതിൻ്റെ ദുപ്പട്ടയുടെ എഡ്ജ് പോർഷനിൽ നോക്കിയാണ്ടല്ലോ നമുക്ക് ആ ഒരു മസ്റ്റേർഡ് യെല്ലോ കളറിലുള്ള ഇൻ്റർലോക്ക് പോലത്തെ ഒരു ക്രോഷ്യോ ഫിനിഷിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വന്നേക്കുന്നത്. 1 സൈഡഡ് ആയിട്ട് ഇടാനും 2 സൈഡഡ് ആയിട്ട് ഇടാനും നല്ല ദുപ്പട്ടയാണ്. സെയിം അതായത് ആ ദുപ്പട്ടയിൽ വന്നേക്കുന്ന ബോർഡറിൻ്റെ വന്നേക്കുന്ന ബേസ് കളർ വെച്ചിട്ടാണ് അതിൻ്റെ ബോട്ടം സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമുക്കൊരു സെമി പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്ലിറ്റേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ആ സീക്വൻസ് വീവിങ് പാറ്റേണും ഉണ്ട്. നമുക്ക് ഈ ഫാബ്രിക് അയൺ ചെയ്യുന്ന സമയത്ത് റോങ് സൈഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ചൂട് കുറച്ചിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് അതിൽ പിടിക്കും. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് അതേപോലെ തന്നെ ഗ്രീൻ ബേസിനകത്ത് ഒരു ലൈലാക്ക് ടോൺ. കണ്ടോ, ഒന്ന് ക്ലോസറിൽ കാണിച്ചോണേ. ഒരു ലൈലാക്ക് ടോൺ ആണ് അതിനകത്ത് ഗ്രീൻ ബേസിനകത്ത് വന്നിട്ടുള്ളത്. ഈ ഗ്രീൻ ബേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്ലസൻറ്റ് ലുക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു കളറാണ്. ഓൾമോസ്റ്റ് എല്ലാ കളർ ടോണിലുള്ളവർക്കും എപ്പോഴും ഒരു ലൈവ്ലി ഫീലും ഒരു പ്ലസൻറ്റ് ലുക്കും കൊടുക്കുന്ന കളറാണ് ഗ്രീൻ ഷെയ്ഡ്. ഇതിനകത്ത് ലൈലാക്കും അതുപോലെ തന്നെ ഇച്ചിരിയും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ഷെയ്ഡും കൂടെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു പ്രിൻറ്റ് ഡിസൈൻസ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ ഈ എംബ്രോയ്ഡറി ലൈൻസ് വന്നിട്ടില്ല. ഇതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയിൽ ആ ഒരു പട്ടോള ഡിസൈൻ വന്നേക്കുന്ന വലുതായിട്ട് വന്നേക്കുന്ന പട്ടോള മോട്ടീഫ് വന്നേക്കുന്നത് ഒരു പേർപ്പിൾ ടോൺ കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പേർപ്പിളും ബ്ലൂവും കൂടെ വന്നേക്കുന്ന കോമ്പിനേഷനാണ് കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ പാലറ്റ് വന്നേക്കുന്നത്. അപ്പം ഈ 4 ഷെയ്ഡ്സും നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ലുക്സാണ്. ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ്. 1199 പ്രൈസ് റേഞ്ചിലാട്ടോ ഈ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് എൻ്റെ കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. SW1528 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂവോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തലവലപ്പറമ്പിലെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ്. അവിടെയും ഇത് റെഡി സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ കണ്ട് തൊട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിലോട്ട് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. ബ്ലാക്ക് കുർത്തയ്ക്കകത്ത് നല്ലൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു വേരിയേഷൻ, ആ ഒരു പ്ലേസ്മെന്റ് എംബ്രോയിഡറി പ്ലേസ് ചെയ്തേക്കുന്നതും ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പീച്ച് ഫ്ലോറൽസും അതിനകത്ത് ഒരു ലൈറ്റ് ഓലിവ് ഗ്രീൻ, ഒരു സോൾട്ടഡ് ഓലിവ്, ഒരു യെല്ലോ ചേർന്നിട്ടുള്ള ഒരു ഓലിവിന്റെ ഷെയ്ഡ് വന്നിട്ട് ആ ഒരു ലീഫ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഒരു കോളർ പാറ്റേൺ ആൻഡ് വിത്ത് സ്ലിറ്റ് ആണ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ആ ഒരു പ്ലേസ്മെന്റ് ഇസ് പ്രിറ്റി നൈസ്. അപ്പർ പോർഷനോട് കുറച്ച് എം ടി ആയിട്ട് നമുക്ക് ഒരു ബോട്ട് ഡിസൈൻ പോലെ വന്നിരിക്കുന്ന പ്ലേസ്മെന്റ് ആണ്. അതിനകത്ത് സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ബഞ്ചിന്റെ കൂടെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഗ്രീൻ ഫ്ലവേഴ്സ് ആൻഡ് 1 സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ്. അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്ലോറൽ ബഞ്ച് കൊടുത്തിട്ട് നമ്മൾ സ്ലബ് കോട്ടൺ സിൽക്കിൽ ചെയ്തേക്കുന്ന കുർത്തയാണ് കേട്ടോ. VS106 എന്ന കോട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ വിത്ത് 3/4 സ്ലീവ്. 3/4 സ്ലീവിനകത്ത് നമുക്കിവിടെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ലിറ്റ് പാറ്റേൺ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ. സോ ഇറ്റ്
make it really comfortable for you to move around your arms, and it's still going to be ഒരു ടൈറ്റ് ഫിറ്റിംഗ് വരികയും ചെയ്യും. ആൻഡ് അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് യുവർ ആംസ് ഓൾസോ ഇറ്റ് വിൽ ഹാവ്. ആൻഡ് ഇത് വിതൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്, ബ്ലാക്കിൽ വന്നിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു കുർത്ത പാറ്റേൺ. അത് നമുക്ക് ഒരു ഒക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു കെൻ ആക്ച്വലി പെയർ വിത്ത് ദുപ്പട്ട ഓർ സംതിങ്, മേ ബി ഗോ ഫോർ എ പിങ്ക് ദുപ്പട്ട, ആ ഒരു പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള, പിങ്ക് അല്ല പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ദുപ്പട്ട, സ്കാലപ്ഡ് ആയിട്ടുള്ളതോ ലേസസ് വരുന്നതോ ഒക്കെ ആയിട്ട് പെയർ ചെയ്ത് വെയർ ചെയ്യാം. ഓർ നമുക്ക് കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും വലിയ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 1299. ഇറ്റ്സ് എ ഗുഡ് ലുക്ക് ഫോർ യുവർ ഡെയിലി വെയർ ലുക്സ്. ആൻഡ് പീച്ച് ബോട്ടത്തിന്റെ കൂടെയോ ഒരു സോൾട്ടഡ് ഓലിവ് ഗ്രീൻ്റെയോ ബ്ലാക്ക് ആണ് എനിക്ക് പ്രിഫറബിളി, എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ആണ്. അതിന്റെ കൂടെ ബ്ലാക്സിന്റെ കൂടെയൊക്കെ എനിക്ക് ടോളർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ pair it with black. So you can also pair it with black. VS 106 priced at 1299. Check out www.aham.store. A smart looking kurta.